അപ്പൊ ഈ ഫിലിമിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത്? അത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഈക്വലി പണി കിട്ടിയോ? എല്ലാ ഗ്യാങ്ങിലും കാണത്തില്ല ഒരു തലതെറിച്ചാൻ പണിക്കൊക്കെ ജീവിതത്തിലും ആണോ അതോ ഇവിടെ കിടന്നുറങ്ങണോ ഉറങ്ങും, ഏത് സമയത്ത് ഉറങ്ങണം അവനുറങ്ങും. അവനൊരു ഇന്നൊരു പ്രശ്നം ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രകൃതമുണ്ട്. എല്ലാ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കൊന്നും പറയേണ്ടി വരില്ല. അവര് ഞാൻ പറഞ്ഞു മാറുന്നതിനെക്കാളും നല്ല നിങ്ങളെ പറയുന്നത്. നമ്മൾ തമ്മിൽ സിങ്ക് ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം ശ്രീനാഥ് went to school with നിരഞ്ജ്. ഇവർ രണ്ടുപേരും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിരഞ്ജ് മറ്റേ 10:30 കിടന്നിറങ്ങുന്ന ടീപ്പാ രാത്രി. അപ്പൊ ഞാൻ ഇവനും കുറെ നേരം ഡിസിപ്ലിൻഡ് അല്ലേ. അത് സച്ചിൻ പറയുന്നത് നിന്റെ അച്ഛൻ ലെജൻഡ് ആയതുകൊണ്ടാണ് നിനക്ക് എങ്ങനെയൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ അല്ല. ഞാൻ വീട്ടില് ഒരു മണിക്കും 1 മണി അങ്ങനെ കിടക്കും. ഷൂട്ടിനൊക്കെ വരുമ്പോൾ നേരത്തെ കിടന്നുറങ്ങും. രാവിലെ എണീക്കണം, 5 മണിക്കൊക്കെ എണീക്കണം, 6 മണിക്ക് എണീക്കണം. ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ? ഷൂട്ടിന്റെ സമയത്ത് അവിടെ ജിമ്മില്ല. അങ്ങനെ അതൊന്നുമില്ല. പിന്നെ രാവിലെ 6:30-ക്കൊക്കെയാണ് നമുക്ക് ടൈം. 6:30-7 ടെന്നീസ് കളിക്കാൻ പോകും. എനിക്ക് ഫ്ലൂ പിടിവിട്ടു. സച്ചിന്റെ ക്യാരക്ടർ മൂങ്ങ അല്ലേ? മൂങ്ങ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 4.5 സംഘം അരയായിട്ട് കണ്ടാലും ഇതിൽ ഏറ്റവും കൂടുതൽ പച്ച പിടിച്ചിട്ടുള്ള ഒരാള് സച്ചിന്റെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. പക്ഷി ബിസിനസ്സോ എന്തിലായിരുന്നു? മൂങ്ങ ബിസിനസ്. അതെയാണ് അല്ലേ? ലാസ്റ്റ് പൈസയൊക്കെ വെറുതെ ഒക്കെ കൊടുക്കും. ബാക്കി ആരും പച്ച പിടിച്ചിട്ടില്ല അല്ലേ? കാശുണ്ടാക്കാൻ പല വഴികൾ തേടുന്ന ഒരാൾ. ഇത്രയും 4 സംഘത്തിൽ ഒരാൾ മാത്രമേ പച്ച പിടിച്ചിട്ടുള്ളൂ. എല്ലാരും പച്ച പിടിച്ചു. ഗതികെട്ടവന്മാരെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓരോരുടെയും ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നിരഞ്ജന്റെ ക്യാരക്ടർ എന്താണ് മൂവിയില്? എന്റെ ക്യാരക്ടർ അൽത്താഫ് എന്നാണ് പേര്. എനിക്കൊന്ന് റൈറ്റിംഗിൽ കുറച്ച് സീരിയസും അങ്ങനത്തെ ഒരു ആളൊക്കെ ആയിരുന്നു. പക്ഷെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞാനും മണിയനുമായിട്ട് ഒരു സീക്വൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇളകി ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നപ്പോൾ കൃഷ്ണാകരം എന്ന് പറഞ്ഞു, ഇത് തന്നെയാണ് പിടിക്കുന്നെങ്കിൽ ഇത് തന്നെ പിടിക്കുക, ആ ഒരു മീറ്ററിൽ പിടിച്ചാൽ. ഞാൻ പറഞ്ഞാൽ ശരി, എന്നാൽ ഈ മീറ്ററിൽ പിടിക്കാതെ. പിന്നെയാണ് ഈ കൗണ്ടറും കോമഡിയും. അൽത്താഫ് റൈറ്റിംഗിൽ അങ്ങനെ അല്ലല്ലോ. പക്ഷെ ഞാൻ പിന്നെ കൗണ്ടറൊക്കെ അടിച്ച് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയ കൗണ്ടർ അടി. അങ്ങനെ കാലിനൊരു പ്രശ്നം വരും. അത് പക്ഷെ അത് സെക്കൻഡ് സീസണിലായാലും കുറച്ചുകൂടെ വയലന്റ് ആണ് എന്നുള്ളൊരു സംഭവം. അപ്പൊ അത് കാരണം അതിന് കിട്ടുന്ന പണിയാണ് കാലിന്. അത് ഒരു സീൻ നമ്മളൊരു ഷോട്ട് എടുത്ത് കാല് മാറിപ്പോയി, വയ്യാത്ത കാല് ഏതാണെന്നുള്ള മാറിപ്പോയി. തിരിച്ചു പോയപ്പോഴത്തേക്കും സ്പീഡിൽ നടന്നങ്ങ് പോയി. അയ്യോ കാല് അങ്ങനെ. ശരിക്കും ഇതിൽ കുറെ വയലൻസ് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ വയലൻസ് കാണിക്കുമ്പോൾ നിരഞ്ജ് ഇത് മുന്നേ വയലൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ആരെങ്കിലും ഇതിന് മുന്നേ അതുപോലുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? ഇതിൽ മൊത്തം അടിയടിയും ഇതൊക്കെയാണല്ലോ. അല്ല, വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൃഗീയമായിട്ടുള്ള വയലൻസ് ഇതിൽ ഭയങ്കര ഇതിന്റെ ഒരു ജോൺറ തന്നെ ഒരു ക്രൈം കോമഡി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പൊ ഇങ്ങനത്തെ ഒരു വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്നതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വളരെ ഹ്യൂമറിലാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു മേജർ ഒരു സീൻ ഉണ്ട്. അപ്പോൾ അതിൽ ആ സീൻ ഫുള്ള് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടാണ്. ഒരു ക്രിസ്മസ് കാരലിന്റെ ഇതിൽ ബാക്ക്ഡ്രോപ്പിൽ അങ്ങനെ പോകുന്നത്. അങ്ങനെ ഒരു സീരിയസ് ക്രൈം നമ്മളിപ്പോൾ സാധാരണ സിനിമകളിൽ ഇപ്പോൾ കാണുന്നത് ഭയങ്കര വയലൻസ് സിനിമ, അല്ലെ വയലൻസ് സീൻസ് ഒരുപാടുള്ളത്, ബ്ലഡ് ഷെഡ് ഒരുപാടുള്ളത്, അങ്ങനത്തെ സിനിമയല്ലത്. ഇതിനകത്ത് പറയാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനെ ഭയങ്കര വയലൻസ് അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ക്രൈം കോമഡി നമ്മൾ ഭയങ്കര രസകരമായിട്ട് കണ്ടുപോകുന്നത്. കൃഷാന്തിന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഹ്യൂമർ പാറ്റേണിൽ കൂടെ പോയിട്ടുള്ള വേറൊരു സിനിമ കൃഷ്ണൻ ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കൃഷ്ണന് എല്ലാത്തിലും ഉണ്ട്. അതിൽ പക്ഷേ അതിന് നെറേറ്റീവ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ വേറൊരു തരത്തിലാണ്. ഇത് പക്ഷേ കുറച്ചുകൂടി ഒരു നോർമൽ മാസ് ഓഡിയൻസിന് കണക്ട് ആവുന്ന പോലത്തെ. ഇതില് എത്രമാത്രം നായിക പ്രാധാന്യമുണ്ട്? ഇപ്പൊ വാഴ ഒരുപാട് ഇതുപോലത്തെ സീരീസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു നായിക ഉണ്ടെങ്കിൽ മാത്രമേ ഫിലിം സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറയുന്നിടത്ത് നിന്ന് ഇപ്പോൾ ഫിലിമിൻ്റെ സ്റ്റോറി ലൈൻ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ കാണുക. നല്ല ഫൺ മോഡിലിരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഇരുന്ന് കാണും. അപ്പോൾ ഇത് ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണോ? ഞാനൊരു മൂവി വെച്ച് കമ്പയർ ചെയ്യില്ല, ബട്ട് സ്റ്റിൽ എനിക്കൊന്നും നായകനും ഇല്ല നായികയും ഇല്ല. പ്രണയം പറയണില്ലേ അല്ലേ? പക്ഷെ അത് ഒരു ടിപ്പിക്കൽ സിനിമയുടെ ഗ്രാഫിൽ പോകുന്നില്ല. കുറെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും നല്ല പ്രണയം പറയുന്നത്
ഇതിൽ ഒരു ഹീറോയിസും ഇല്ലാത്ത ഒരു തല്ലുകൊള്ളിയായിട്ടുള്ള ഒരാളോട് ഉണ്ട്. അവനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇല്ല അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ക്യാമറയുടെ പിറകിൽ നിൽപ്പുണ്ട്, മുമ്പിലേക്ക് വരും. നമ്മളെ ഈ മറ്റേ കണ്ണുകൊണ്ട് കണ്ണിട്ട് പേടിപ്പിക്കുന്ന ഒരു നടൻ വിഷ്ണു അഗസ്തിക്കാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര പ്രേമമുള്ളത്. ഏറ്റവും ബ്യൂട്ടിഫുൾ വേലക്കുട്ടൻ പുള്ളി സുഖിച്ചിറങ്ങിപ്പോയി. അല്ലേ ഇതില് ബാക്കി എല്ലാവർക്കും ഇതിനകത്തുണ്ടോ ഇത് പ്രേമല്ല എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവരുടെ സ്റ്റേറ്റസ് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കുറെ നല്ല ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ദർശനാണ്. അപ്പം അതിനകത്ത് നമ്മൾ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡില് ദർശന, അത് ഭയങ്കര രസമാണ്. ദർശന നമ്മളൊരു ദർശൻ ഇതില് ഗുണ്ടാന്ന് പറയില്ല, ഫീമെയിലിന് എന്താ പറയാ, ഗുണ്ടി അറിയോ? ഇല്ല അല്ലേ? അതന്നെ പക്ഷേ നല്ല ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് പുള്ളിക്കാരിയുടെ. ദർശന നമുക്കതിനകത്തൊരു ഓപ്ഷൻ ചെയ്ത ഒരു സീനാണ് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തത്. അതിൽ ദർശന നടന്നു വരുന്നിരിക്കുന്നത് ട്രെയിലറിലുണ്ട്. ആ ഷോട്ട് ഭയങ്കര പഞ്ചുള്ളൊരു ദർശന ജയ 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 ഹേ ചെയ്തതിന് ശേഷം നല്ല പഞ്ചാണല്ലോ. അതേപോലെ ഇപ്പം ശാന്തിയുടെ ആണെങ്കിലും രസമായിട്ടുള്ള, ശാന്തി എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. സെറിൻ പിന്നെ നമുക്കറിയാം വളരെ നല്ല ആക്ട്രസ് ആണ്. ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ? ജഗദീഷ് ചേട്ടന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ജഗദീഷ് ചേട്ടൻ പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അല്ല, പണ്ടും നല്ലതാണ്. ജഗദീഷ് ചേട്ടൻ നല്ലതല്ലാത്ത ടൈമില്ല. പക്ഷെ പണ്ട് നമ്മൾ അധികം ഹ്യൂമർ കോമഡി സീൻസിലാണ് കാണുന്നത്. പക്ഷെ ഇപ്പം വരുന്ന എല്ലാ ഫിലിമിലും ഓരോ ഫിലിമിലും ഭയങ്കര വ്യത്യസ്തതയാണ്. ജഗദീഷ് ചേട്ടൻ ഉപ്പ് പോലെയാണ്. ഇപ്പൊ ഏത് ഫിലിം നോക്കിയാലും ജഗദീഷ് ചേട്ടനെ കാണാന്നുള്ള നീയും അത് കല്ലുപ്പ് ജഗദീഷ് ചേട്ടൻ ഹിമാലയൻ പിങ്ക് സോൾട്ട്, ഇവൻ കല്ലുപ്പ്. ഇത് രാജേട്ടനല്ല നിലവാരം കുറെ തമാശകളുടെ. ഇത് ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും ജഗദീഷ് ചേട്ടനും കൃഷാന്തിന്റെ സിനിമകളിൽ എപ്പോഴും ഉണ്ടാവുള്ള ഭയങ്കര ജഗദീഷ് ചേട്ടൻ ഒരുപാട് ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ റോഷാക്കിലാണ് ആദ്യമായിട്ട് ജഗദീഷ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. ജഗദീഷ് ചേട്ടൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ജഗദീഷ് ചേട്ടന് ഇങ്ങനെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്തായി തുടങ്ങിയ ഇങ്ങനെയുണ്ട്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ഒരാൾ റെസ്റ്റിലും നശിപ്പിച്ചതൊക്കെ നമ്മളാണ്. കാരണം പുള്ളി ഭയങ്കര ബോഡിയൊക്കെ ആക്കിയിട്ടാണ് ഇതിൽ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ വന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കും, മറ്റേ കപ്പലിൽ ഉണ്ടായി കൊണ്ടുവരും. ഞാൻ പറയും അത് കാരമലൈസ്ഡ് അല്ലേ, നട്ട്സ് അല്ലേ, കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ആണോ ഏട്ടാ ഞാൻ കഴിച്ചുകൂടാ. ഞാൻ അത് നല്ല കാര്യമല്ലേ, നട്ട്സ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറ്റിച്ചോണ്ടിരുന്നത് നമ്മളാണ്. നാട് നീളെ നടന്ന് കഴിഞ്ഞ ഒരുപാട് നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ നൈറ്റ് ഷൂട്ടിന് ഇവന്മാർക്ക് വേണ്ടി മാത്രം തുറന്നിരുന്ന തട്ടുകടകളുണ്ട്. അവിടെ ഇവൻ ജോലി ചെയ്യാനും തുടങ്ങി. ഇലവീഴ പൂഞ്ചിറയില് രാത്രിയിൽ ആരും പോവില്ല. ഇവനും എന്നെ വഴി തെറ്റിച്ചു. അവിടെ ഒരു ഈ ഇലവീഴ പൂഞ്ചിറയിൽ അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു ആവശ്യമില്ല, നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് അതാണ് ഓക്കെ ബിരിയാണി 5 രൂപയുടെ ഒരു സാധനം. ഞാൻ അത് കഴിച്ചു. പിന്നെ അഡിക്ഷൻ പിന്നെ മാലാണൊക്കെ തൂക്കിട്ടുണ്ട്. ലേസ് പോലത്തെ ഒരു ചെറിയ സാധനം, ഓക്കെ ബിരിയാണി ലേസ്, കുഞ്ഞു പിള്ളേർ കഴിക്കുന്ന സാധനം. അപ്പം നമ്മുടെ അവിടെ കസിൻ ചേച്ചിയുടെ മക്കളൊക്കെ കഴിക്കുന്ന സാധനം. അപ്പൊ എനിക്കിത് തിന്നുമ്പോൾ ടേസ്റ്റ് ആണ്. ഞാൻ കസിൻ ചേച്ചിയുടെ പിള്ളേരൊക്കെ കഴിക്കുന്ന സാധനം. അപ്പൊ ഞാൻ കഴിക്കും. അപ്പൊ ഞാനും കഴിച്ചിട്ട് ഞാൻ ഒരെണ്ണം ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ വിളിച്ച് കാണിക്കുന്നു ഒരു വലിയ മാല പോലെ നിരഞ്ച് കാറിനകത്ത് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ബിരിയാണി. പിന്നെ ഞങ്ങൾക്ക് അതിന്റെ അഡിക്ഷൻ ആയിരുന്നു കുറച്ച് നാൾ. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കണം, പൊളിയാണ്. ഞങ്ങൾ കൺട്രോൾ ചെയ്തു. ഡയറ്റിന് നല്ലതല്ല. പലയിടത്തുള്ള ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നുള്ള സാധനം കുട്ടിക്കാന അവിടെ ഒരു 10 തന്നെ ഉണ്ടായിരുന്നു ഒരു കടയിൽ. ട്രാവൻസ് നിങ്ങൾ ഈ കടയുടെ ഒക്കെ പരസ്യം പറഞ്ഞ കാര്യം